ഉക്രൈനിലെ യുദ്ധം അവസാനിച്ച് കാണാൻ വളരെയധികം ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയി ഇപ്പോൾ മൺമറഞ്ഞു പോയ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഈ പോപ്പ് എല്ലായിടത്തെയും യുദ്ധത്തിനെതിരായിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക ഭാഗം മുഴുവനും, വത്തിക്കാൻ സിറ്റി മുഴുവനും ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകൾ, അതിൽ വിശ്വാസികളുണ്ട്, വിവിധ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്, രാജ്യത്തലവന്മാരുണ്ട്, പ്രതിനിധി സംഘങ്ങളുണ്ട്, എല്ലാവരുമായിട്ട് 500,000 ആളുകൾ ഒത്തുകൂടിയത് ഈ സമാധാനത്തിൻ്റെ പോപ്പിന് വിട കൊടുക്കാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കണം, ഇന്ന് ഉക്രൈനിൻ്റെ പ്രസിഡന്റ് സെലൻസ്കിയും അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപും കൂടി സമാധാനത്തിൻ്റെ ഉറവിടമായി നിലകൊള്ളുന്ന, അതിൻ്റെ കേദാരമായി ലോകം വിശേഷിപ്പിക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക എന്ന വത്തിക്കാൻ സിറ്റിയിലെ പോപ്പിൻ്റെ ആസ്ഥാന മന്ദിരം, അവിടെ വെച്ച് 50 മിനിറ്റാണ് അവർ കൂടിക്കാഴ്ച നടത്തിയത്. സമാധാനത്തിൻ്റെ മാർപ്പാപ്പ വിട പറഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് ഇതാ മാറുന്നു. അടക്കം ചെയ്യാൻ വേണ്ടി വത്തിക്കാൻ സിറ്റിക്ക് പുറത്തുള്ള, അതേസമയം വത്തിക്കാൻ ഓണർഷിപ്പ് ഏറ്റെടുത്തിട്ടുള്ള സാന്റാ മറിയ ബസലിക്കയിലാണ് ഈ പോപ്പിനെ അടക്കം ചെയ്തത്. അത് വത്തിക്കാൻ സിറ്റിക്കുള്ളിലല്ല, പക്ഷേ ഓണർഷിപ്പ് ഉണ്ട് എന്ന കാര്യം പ്രത്യേകം അറിയണം. വത്തിക്കാൻ സിറ്റിക്കുള്ളിൽ സാധാരണ മാർപ്പാപ്പമാർ വിട പറയുമ്പോൾ നമ്മളീ കാണുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിലാണ് അവരെ അടക്കം ചെയ്യുന്നത്. അതിന് പിന്നിൽ ചരിത്രമുള്ളത്, യേശുക്രിസ്തുവിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന 12 അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്നല്ലോ സെൻറ്റ് പീറ്റർ. ആദ്യത്തെ പോപ്പ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന സെൻറ്റ് പീറ്റർ. അദ്ദേഹം മരണമടഞ്ഞതല്ല, കൊലപാതകം എന്ന രൂപത്തിലാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തെ അന്നത്തെ ചക്രവർത്തി നെയ്റോ, ഗൂഗിൾ ചെയ്താൽ കിട്ടും, എംപറർ നെയ്റോ, അദ്ദേഹത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് വിപുലീകരണ പരിപാടിയുടെ ഭാഗമായി ഈ റോമും വത്തിക്കാൻ അടങ്ങുന്ന പല ഭാഗങ്ങളും ഒക്കെ തീയിട്ട് നശിപ്പിച്ചപ്പോൾ ആ തീയിട്ടത് ക്രിസ്ത്യാനികളാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞുണ്ടാക്കുകയും അന്ന് ക്രിസ്ത്യാനികൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന സെൻറ്റ് പീറ്റർ എന്ന് പറയുന്ന ആദ്യത്തെ പോപ്പിനെ പിടിച്ച് കുരിശിൽ തറക്കുകയും ചെയ്തതിൻ്റെ ചരിത്രമുള്ള ആ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക, അന്ന് ഈ സെൻറ്റ് പീറ്ററെ അടക്കം ചെയ്തത് ഈ സ്ഥലത്താണ്. അവിടെയാണ് പിന്നീട് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക നിർമ്മിച്ചത്. അതാണ് പിന്നീട് പോപ്പിൻ്റെ ആസ്ഥാനമായി ഇന്ന് വരെ മാറിയിരിക്കുന്നത്, 10-20 നൂറ്റാണ്ടുകളായി തുടരുന്നത്. ആ സ്ഥലത്തും വേണ്ട, അതിനപ്പുറമുള്ള സാന്റാ മറിയ എന്ന് പറയുന്ന ബസലിക്കയിൽ മതി എന്ന് നേരത്തെ ഈ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതി വെച്ചതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റിയുടെ ഒരു ഉദാഹരണം കൂടിയായി മാറുന്നതായി ഇന്നിപ്പോൾ എല്ലാ നിരീക്ഷകരും പറയുകയാണ്. ഒരു രാജാവിനെപ്പോലെ ഇരിക്കുകയും ഒരടിമയെപ്പോലെ പ്രവർത്തിക്കുകയും സേവകനെപ്പോലെയായി മാറുകയും ചെയ്യുന്നതാവണം യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരാളായിരുന്നു ഇന്ന് മൺമറഞ്ഞിരിക്കുന്ന പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ. യേശുക്രിസ്തുവിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. ലോകം മുഴുവനും ഒരു രാജാവിനെ പോലെ കണ്ടു, എന്നാൽ ലോകത്തെ മുഴുവനും സേവിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു സേവകൻ്റെ വേഷത്തിൽ നിലകൊണ്ടു. ആ ജീവിതം പകർത്താനാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രമിച്ചിരുന്നത് എന്ന് ചരിത്രം എഴുതുകയാണ്. അതുകൊണ്ട് തന്നെ വത്തിക്കാൻ സിറ്റിക്ക് പുറത്തുള്ള ഒരു ബസലിക്കയിൽ അടക്കം ചെയ്യണമെന്ന ആഗ്രഹം സഫലീകൃതമായപ്പോൾ ഇപ്പോഴിതാ 5 ലക്ഷം ആളുകളാണ് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ സമാധാനത്തിൻ്റെ ദൂതനെ യാത്രയക്കാൻ വേണ്ടി ഒന്നിച്ചു കൂടിയത്. ഏതായാലും അതിനപ്പുറം സെലൻസ്കിയും ട്രംപും തമ്മിൽ ഒന്നിച്ചിരുന്ന് 50 മിനിറ്റ് എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കാം എന്ന് സംസാരിച്ചത്. പക്ഷേ മറ്റേ കക്ഷി കറങ്ങിത്തിരിഞ്ഞ് അവിടെയൊക്കെ മാറി നിന്നതേ ഉള്ളൂ, ഈ സംസാരത്തിൽ വന്നില്ല. ആര്? റഷ്യയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിന് യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ട്, എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് പുടിൻ. അദ്ദേഹം ഈ സമാധാന ചർച്ചയുടെ അടുത്തുപോലും വന്നിട്ടില്ല. അതൊക്കെ മറ്റാരുടെയെങ്കിലും വിധി എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതേ സെലൻസ്കി അമേരിക്കയിൽ പോയപ്പോൾ ട്രംപുമായി അടുത്തടുത്തിന് സംസാരിച്ച്, നമ്മുടെ നാട്ടുഭാഷയിൽ കലിങ്ങിലൊക്കെ ഇരുന്ന് സംസാരിച്ച് അടി ഉണ്ടാകുന്നത് പോലെ തമ്മിൽ തല്ലിപ്പിരിഞ്ഞില്ല എന്ന് മാത്രം, ഇറങ്ങി ഓടി സെലൻസ്കി. ആ ചരിത്രമൊന്നും ഏതായാലും മരണ വീട്ടിൽ വേണ്ട എന്ന് കരുതിയിട്ടാവണം സമാധാനത്തോടുകൂടി രണ്ടുപേരും ആ ഒരു മാർപ്പാപ്പയുടെ ഓർമ്മകൾക്ക് മുന്നിൽ സമാധാനം സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. അതിൻ്റെ റിസൾട്ട് നാളെയും മറ്റന്നാളുമൊക്കെ നമുക്കറിയാം. ഏതായാലും വത്തിക്കാൻ സിറ്റിക്ക് പുറത്തുള്ള സാന്റാ മറിയ ബസലിക്ക ഇതിപ്പോൾ ലോക ഭൂപടത്തിൽ പുതിയൊരു മേൽവിലാസം നേടിയിരിക്കുമ്പോൾ ഇനി 2 ബസലിക്ക കൂടി ഈ പ്രദേശത്ത് ഇങ്ങനെ വത്തിക്കാൻ സിറ്റിയുടെ പുറത്തുണ്ട്.
ഒന്ന് സെയിൻറ്റ് ജോണിൻ്റെ പേരിലും ഒന്ന് സെയിൻറ്റ് പോളിൻ്റെ പേരിലും. ഏതായാലും ഈ ബസലിക്കകൾ കൂടി ഇനിയുള്ള നാളുകളിൽ ഈ സാന്റാ മറിയ ഇപ്പോൾ നേടിയിരിക്കുന്ന പുതിയ മേൽവിലാസം പോലെ ആയി മാറുമോ എന്നൊക്കെ BBC, CNN അടക്കമുള്ള മാധ്യമങ്ങൾ തങ്ങളുടെ വിശകലന പരിപാടികളിൽ ഇന്ന് പങ്കുവച്ചു വരികയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ കാണിച്ച സമാധാനത്തിൻ്റെ വഴി, യാതൊരു വ്യത്യാസങ്ങളും കൂടാതെ ജാതിമത ഭേദമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ച ആ നീതി, അതൊക്കെ ഇനി വരുന്ന മാർപ്പാപ്പമാരും പിന്തുടരും എന്ന വിശ്വാസത്തിലാണ് സമാധാനത്തിൻ്റെ വാക്കുകൾ ചൊല്ലി ഇന്ന് റോമിൽ നിന്ന് എല്ലാവരും പിരിയുന്നത്. Night updates supported by Tasi Gold and Diamonds, Akbar Travels, Partha Signature Abu Shagara Sharjah, Cuties International, Time Express Cargo, Marmam Diary, TMG Global Business Setup, 123 Cargo, Prime Medical Center, Autocart Used Cars, Ayush Care, Lucky Center, Kalyan Jewelers, Lulu, Gold Star Rent-A-Car, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket,